വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്നത് മാനുഫാക്ചറിങ് ഓഫ് ആൽക്കഹോളിക് പ്രിപ്പറേഷൻ ഇൻ ബോണ്ടഡ് ആൻഡ് നോൺ ബോണ്ട് ലബോറട്ടറി. സോ ഇതിൽ എല്ലാ കാര്യം ഇമ്പോർട്ടൻസ് അല്ല, പക്ഷെ കുറച്ച് കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അവിടെ എത്തുമ്പോഴൊക്കെ പറയാൻ ശ്രദ്ധിച്ചോളാം. സോ നമുക്ക് ആൽക്കഹോളിക് പ്രിപ്പറേഷൻ ഒരു ബോണ്ട് ലബോറട്ടറിയിലോ ഒരു നോൺ ബോണ്ട് ലബോറട്ടറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. സോ ബേസിക്കലി ആദ്യം നമ്മൾ റെക്ടിഫൈഡ് സ്പിരിറ്റ്, നമ്മൾ പ്യുവർ സ്പിരിറ്റ് എടുക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? The first one is attested intent. The officer in charge must provide an attested intent to obtain rectified spirit from a distillery or a spirit warehouse. So ഇതാണ് നമ്മുടെ വെയർഹൗസ്, നമ്മൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എങ്കിൽ ഇതാണ് നമുക്ക് സ്പിരിറ്റ് കിട്ടേണ്ടത് അല്ലെങ്കിൽ ആൽക്കഹോൾ കിട്ടേണ്ടതെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഓഫീസർ അറ്റസ്റ്റ് ചെയ്തൊരു ഫോം തന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ നിന്ന് ആൽക്കഹോൾ വാങ്ങി ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ സ്റ്റെപ്പ് 2, ഇഷ്വറൻസ് ഓഫ് സ്പിരിറ്റ് അപ്പോൺ റിസീവിങ് ദ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഓഫ് ദി ഇൻറ്റൻറ്റ്. സോ ബേസിക്കലി ഒരു 2 കോപ്പി ഉണ്ടല്ലോ, അതിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇവർ കിട്ടിക്കഴിയുമ്പോൾ ഡിസ്റ്റൽ ഓർ വെയർ ഹൗസ് ഇഷ്യൂ ദ സ്പിരിറ്റ് ഈസ് പ്രോപ്പർലി സീൽഡ് ആൻഡ് കണ്ടെയ്നർ, ഒരു പ്രോപ്പർലി സീൽ ചെയ്ത ഒരു കണ്ടെയ്നറിലാക്കി അവർ ഇഷ്യൂ ചെയ്യും. നോട്ടിഫിക്കേഷൻ ദ ഡിസ്റ്റൽ ഓർ വെയർ ഹൗസ് ഓഫീസർ ഇൻഫോം ദ ഓഫീസ് ഇൻചാർജ് അബൌട്ട് സ്പിരിറ്റ് ഇൻഷുറൻസ്. എന്നിട്ട് അവിടെയുള്ള ഓഫീസർ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഓഫീസർ അറിയിക്കും, ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി വെരിഫിക്കേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. വന്ന സ്പിരിറ്റിന്റെ വോളിയം ചെക്ക് ചെയ്യണം, കറക്റ്റ് പ്രോപ്പർ ആയിട്ടുണ്ടോ, സ്ട്രെങ്ത് ചെക്ക് ചെയ്യണം, പ്രോപ്പർ സ്ട്രെങ്ത് ആണോ, പറഞ്ഞ സ്ട്രെങ്ത്തിലുണ്ടോ, റെക്കോർഡ് കീപ്പ് ചെയ്യണം. ആൻഡ് പ്രോപ്പർ സ്റ്റോറേജ് എവിടെ വെക്കണം, നമുക്ക് സെപ്പറേറ്റ് റൂം ഉണ്ട് അല്ലേ, അവിടെ തന്നെ വെക്കണം അല്ലേ. ഇനി ഇഷ്യൂയിങ് സ്പിരിറ്റ് ആൻഡ് മാനുഫാക്ചറിങ് പ്രോസസ്, അത് നമ്മൾ സ്റ്റോർ റൂമിൽ കയറ്റി കഴിഞ്ഞ് നമുക്ക് പിന്നെ ആവശ്യത്തിന് പോയി എടുക്കാം എന്നുള്ളതല്ല. നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സാധനം ഉണ്ടാക്കാൻ പോവുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എത്രയാണ് നമുക്ക് ആൽക്കഹോൾ വേണ്ടതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻഗ്രീഡിയൻറ്റ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, ആൽക്കഹോൾ പോയി റൂമിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ആൽക്കഹോൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്യുക, നമ്മൾ ഫൈനലൈസ് ചെയ്യുക. ഇതെല്ലാം ചെയ്യേണ്ടത് ഓഫീസർ ഇൻചാർജിലാണ്. ഒന്നും കൂടെ പറയാം, നമ്മൾ റൂമിനകത്ത് സ്പിരിറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് നമ്മൾ ലാസ്റ്റ് വേണം നമ്മൾ ആൽക്കഹോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് റൂമിൽ പോയി ആൽക്കഹോൾ എടുത്തിട്ട് ആഡ് ചെയ്യാനായിട്ട് കേട്ടോ. ഇത് സ്റ്റോറേജ് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. സോ ബേസിക്കലി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ലാർജ് വോള്യൂം സ്റ്റോറേജുകളാണെന്നുണ്ടെങ്കിൽ ഫിനിഷ്ഡ് മെഡിസിൻ ആൻഡ് ടോൾ പ്രിപ്പറേഷൻ സ്റ്റോർഡ് ഇൻ ജാർ ഓർ ബോട്ടിൽ വിത്ത് കപ്പാസിറ്റി ഓഫ് 80 ഫ്ലൂയിഡ് ഔൺസ്. അതായത് നമുക്ക് ലാർജ് വോള്യൂം സ്റ്റോറേജ് ആണ് വേണ്ട, വലിയ വോള്യൂം സ്റ്റോറേജ് ആണെങ്കിൽ 80 ഫ്ലൂയിഡ് ഔൺസ് കപ്പാസിറ്റി ഉള്ള ഇതിലൊക്കെയാണ് വെക്കേണ്ടത്. ഇനി റെഡി ടു യൂസ് കണ്ടെയ്നർ ഉണ്ട്, നമുക്ക് കുഞ്ഞു ബോട്ടിൽസിൽ 2 ഫ്ലൂയിഡ് ഔൺസ് ആയിട്ടുള്ള റെഡി ടു യൂസ്ഡ് കണ്ടെയ്നേഴ്സിൽ വെക്കാം. പിന്നെ സ്പെഷ്യൽ പെർമിഷൻ വേണം കേട്ടോ, അതായത് നമുക്ക് ചെറിയ കണ്ടെയ്നേഴ്സും അല്ലെങ്കിൽ മോർ ദൻ കണ്ടെയ്നേഴ്സിലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സൈസ് കമ്മീഷണറിന്റെ പെർമിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്മോൾ കപ്പാസിറ്റി ബോട്ടിൽസോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലൊക്കെ നമുക്ക് മാറ്റി തിരിച്ചൊക്കെ വെക്കുന്നതിൽ ബുദ്ധിമുട്ട് നമുക്ക് ഇല്ല. ഇഷ്യൂയിങ് ആൽക്കഹോളിക് പ്രിപ്പറേഷൻ ഫ്രം ബോണ്ട് ലബോറട്ടറി. ഇനി നമ്മൾ ആൽക്കഹോളിക് പ്രിപ്പറേഷൻ ഉണ്ടായി കഴിഞ്ഞു, നമുക്ക് അവിടെ നിന്ന് എങ്ങനെ വിടണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആൽക്കഹോൾ അവിടെ നിന്ന് വാങ്ങി സ്റ്റോർ ചെയ്തു, പ്രിപ്പറേഷൻ ചെയ്തു, പ്രിപ്പയർ സ്റ്റോർ ചെയ്തു. ഇനി അവിടെ നിന്ന് എങ്ങനെ നമുക്ക് ആൽക്കഹോളിക് പ്രിപ്പറേഷൻ നമുക്ക് ബോണ്ട് ലബോറട്ടറിയിൽ ഇഷ്യൂ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. എന്താണ്, മാനുഫാക്ചർ സെൻഡ് ആപ്ലിക്കേഷൻ ഇൻ പ്രസൻസ് ഫോം ഓഫ് എക്സൈസ് ഓഫീസർ. സോ ഓൾറെഡി ബോണ്ടഡ് ആണ്, ശ്രദ്ധിക്കണം, ബോണ്ടാണ് അല്ലേ. അപ്പം എക്സൈസ് ഓഫീസറിൻ്റെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാനുഫാക്ചറിങ് ആപ്ലിക്കേഷൻ അയക്കണം, പേയ്മെൻറ്റ് കൊടുക്കണം, ആൽക്കഹോളിക് പ്രിപ്പറേഷന് പേയ്മെൻറ്റ്. അങ്ങനെ എന്തുകൊണ്ടാണ് ബോണ്ട് ലബോറട്ടറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഡ്യൂട്ടി അടയ്ക്കുന്നില്ല, അതുകൊണ്ട് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുക. ആൻഡ് അക്വിസിഷൻ, അപ്രൂവലിന് ശേഷം ആൽക്കഹോളിക് പ്രിപ്പറേഷൻസ് ബോണ്ട് ലബോറട്ടറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്വയർ ചെയ്യാൻ എടുക്കാനായിട്ട് നമുക്ക് പറ്റും. സോ നമ്മൾ ഓൾറെഡി പൈസ അടച്ചല്ലോ അല്ലേ. അതിനുശേഷം മാനേജിങ് ഡെഫിഷ്യൻസീസ് ആൻഡ് സബ് സ്റ്റാൻഡേർഡ് പ്രിപ്പറേഷൻസ് ആണ്. സോ ഇത് നമ്മുടെ റെക്കോർഡ് കീപ്പിംഗ് ആണ്. സോ ബേസിക്കലി നമ്മൾ ദ ഓഫീസർ ഇൻചാർജ് മെയിൻറ്റെയിൻ എ റെക്കോർഡ് ഓഫ് ഷോർട്ടേജ് ഇൻ ഫിനിഷ് മെഡിസിൻ ഓർ ടോൾ പ്രിപ്പറേഷൻ. അതായത് നമ്മൾ ഇപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും തരത്തിൽ മെഡിസിൻ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ, ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കി ഫൈനൽ പ്രൊഡക്റ്റിൽ മെഡിസിൻ ഷോർട്ടേജോ അല്ലെങ്കിൽ ടോൾ പ്രിപ്പറേഷൻ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായി അത് റെക്കോർഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഇനി അവസാനം ഉണ്ടാക്കിയതിൽ ഏതിലെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ ഫുള്ള് ഡിസ്ട്രോയ് ചെയ്യുകയോ അല്ലെങ്കിൽ റീപ്രോസസ്സ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആൽക്കഹോൾ റിക്കവർ ചെയ്യാം കേട്ടോ. ചില സമയങ്ങളിലൊക്കെ ആൽക്കഹോൾ നമുക്ക് റിക്കവർ ചെയ്യേണ്ട ആവശ്യം, തിരിച്ചെടുക്കേണ്ട ആവശ്യം വന്നേക്കും. അത് നമ്മൾ നെക്സ്റ്റ് ബാച്ചിലേക്ക് ഇപ്പോൾ റിക്കവർ ചെയ്ത്, ഇപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ ഉണ്ടാക്കി കുറച്ച് ആൽക്കഹോൾ നമുക്ക് ബാലൻസ് വന്നു, നമുക്ക് ആവശ്യമില്ല, നമ്മൾ എന്തെങ്കിലും കളയോ ഇല്ല, നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്തിട്ട് നമുക്ക് അടുത്ത് ഉപയോഗിക്കുന്നത് എക്സ്ട്രാ ടോപ്പിക്കാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇനി റെമിഷൻ ഓഫ് ഡ്യൂട്ടി ഇൻ കേസ് ഓഫ് ലോസ്, നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ആൽക്കഹോൾ നഷ്ടപ്പെട്ടു പോയി, അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, ആക്സിഡൻറ്റ് ലോസ് ആണ്, നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ആൽക്കഹോൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ
നമ്മൾ എന്താണ് ഈസ് എലിജിബിൾ ഫോർ ഡ്യൂട്ടി റിമിഷൻ, നമ്മൾ ഡ്യൂട്ടി അടയ്ക്കേണ്ട ആവശ്യമാണ്. ഇനി തെഫ്റ്റ്, അടിച്ചു മാറ്റി കൊണ്ടുപോയി, എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡ്യൂട്ടി അടയ്ക്കണം. ഇനി അൺകൺട്രോളബിൾ റീസൺ, നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ, ലോസ് ഡ്യൂ ടു റീസൺസ് ബിയോണ്ട് ദ ലൈസൻസ് കൺട്രോൾ, നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ആളുടെ കയ്യിൽ നിന്ന് അല്ലാതെയാണ് പോയത്, അല്ലെങ്കിൽ അവരറിയാതെ നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ പോലും ഡ്യൂട്ടി അടയ്ക്കണം. ഇനി എക്സൈസ് കമ്മീഷൻ കൺസെന്റ്, ഓൾ ഡ്യൂട്ടി റിമിറ്റ് റിക്വയർ ദ കൺസെന്റ് ഓഫ് എക്സൈസ് കമ്മീഷൻ. അതായത് ഇതിനൊക്കെ ഈ ആക്സിഡന്റ് ലോസ് ആയിക്കോട്ടെ, തെഫ്റ്റ് ആയിക്കോട്ടെ, അൺകൺട്രോളബിൾ റീസൺ ആയിക്കോട്ടെ, എങ്ങനെയൊക്കെ സംഭവിച്ചാലും എന്തിനും ഡ്യൂട്ടി അടയ്ക്കേണ്ടത് എക്സൈസ് കമ്മീഷന്റെ കൺസെന്റോടെ ആയിരിക്കണം എന്നുള്ളത് മറക്കരുത്. ഇനി മാനുഫാക്ചറിങ് ഇൻ നോൺ ബോണ്ട് ലബോറട്ടറി. ഫസ്റ്റ് വൺ ഈസ് ലൈസൻസ് ആപ്ലിക്കേഷൻ. മാനുഫാക്ചർ എന്ത് ചെയ്യണം? ലൈസൻസിനുള്ള ആപ്ലിക്കേഷൻ നമ്മൾ വിത്തൗട്ട് ബോണ്ടിൽ നമ്മൾ കൊടുക്കണം. ആൻഡ് സെപ്പറേറ്റ് പ്രിമൈസസ് ആണ്. ആൻഡ് സ്പിരിറ്റ് പ്രൊസീജിയറും മാനുഫാക്ചറിങ് പ്രൊസീജിയറൊക്കെ സെയിം തന്നെ. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതാണ്, പാർട്ട് 1 പറഞ്ഞത്. അപ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി സ്റ്റോറേജ്, സാമ്പിളിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ആണ്. സോ ബേസിക്കലി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോറേജ്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സെപ്പറേറ്റ് റൂമിലൊക്കെ വെക്കണം, നമ്മൾ പറഞ്ഞല്ലോ. ഇനി സാമ്പിളിംഗ് ആണ്. എക്സൈസ് ഓഫീസർക്ക് 10 മുതൽ 15% ബാച്ചിൽ നിന്ന് അനാലിസിസിന് വേണ്ടി നമുക്ക് വിടാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കിയ പ്രൊഡക്റ്റിൽ ആൽക്കഹോൾ കണ്ടന്റ് എത്രയുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് സാമ്പിളിങ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 10 മുതൽ 15% വരെ എന്ത് ചെയ്യാം? അവിടെ നിന്ന് വിഡ്രോ ചെയ്യാം. ആർക്ക്? എക്സൈസ് ഓഫീസറിന്. ഇമ്പോർട്ടൻ്റ് ആണ്. റെക്കോർഡ് കീപ്പ് ചെയ്യണം, എത്ര എടുത്തു, എങ്ങനെ എടുത്തു എന്നുള്ളത് കീപ്പ് ചെയ്യണം. പിന്നെ ഇൻസ്പെക്ഷൻ ആണ്. സോ എക്സൈസ് ഓഫീസറും അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിനും നോൺ ബോണ്ട് ലബോറട്ടറിയിൽ അറ്റ്ലീസ്റ്റ് വൺസ് എ മന്ത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും അവിടെ എന്ത് ചെയ്യണം? വിസിറ്റ് നിർബന്ധമായും ചെയ്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവിടെ റെക്കോർഡും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? 10 to 50% നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. സാമ്പിളിങ്ങിനോട് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലേ. പിന്നെ അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും അവിടെ എക്സൈസ് ഓഫീസറോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഓഫീസറോ വന്നിട്ടുണ്ടാവണം. പിന്നെ എക്സ്പോർട്ട് ഓഫ് ആൽക്കഹോളിക് പ്രിപ്പറേഷൻ, നമുക്ക് ആൽക്കഹോൾ പ്രിപ്പറേഷൻ എക്സ്പോർട്ട്, നമ്മളിവിടെ ഉണ്ടാക്കിയ സാധനം നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ഡ്യൂട്ടി ഫ്രീ എക്സ്പോർട്ട്. ആൽക്കഹോളിക് പ്രിപ്പറേഷൻ ആർ എക്സ്പോർട്ട് ഡ്യൂട്ടി ഫ്രീ ഫ്രം ഇന്ത്യ. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കാണ് അയക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയക്കാൻ പറ്റും. പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം. എക്സ്പോർട്ടർ സബ്മിറ്റ് എ ട്രിപ്ലിക്കേറ്റ് ആപ്ലിക്കേഷൻ, 3 ട്രിപ്ലിക്കേറ്റ് ഉള്ള ആപ്ലിക്കേഷൻ വേണം. വിത്ത് എ ഡിക്ലെയർഡ് ഓഫ് ഗുഡ്സ് ടു ബി എക്സ്പോർട്ട് ബൈ ലാൻഡ്, സീ, എയർ, പോസ്റ്റ്. നിങ്ങൾ പോസ്റ്റ് വഴിയാണോ ലാൻഡ് വഴിയാണോ എങ്ങനെയാണ് അയക്കാൻ പോകുന്നുള്ള ഒരു ഫോം നമ്മൾ കൊടുക്കണം. പിന്നെ പാക്കേജിങ് റിക്വയർമെൻറ്റ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്തുള്ളതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിർബന്ധമായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. ഇൻ ഇങ്ക് ഓർ ഓയിൽ കളർ. സോ ഇങ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഓയിൽ കളർ വെച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായി മാർക്ക് ചെയ്യണം. പിന്നെ ഡ്യൂട്ടി പെയ്ഡ് ഗുഡ് എക്സ്പോർട്ട്. എക്സ്പോർട്ടിംഗ് ഡ്യൂട്ടി പെയ്ഡ് ഗുഡ് റിക്വയർസ് 48 hour നോട്ടീസ് ടു കൺസേൺ ഓഫീസർ ഫോർ സൂപ്പർവൈസർ ഓഫ് പാക്കിംഗ്. ഇനി ഡ്യൂട്ടി അടച്ചിട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ കൺസേൺ ഓഫീസറുടെ മുമ്പിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ നിർബന്ധമായിട്ട് പാക്ക് ചെയ്യേണ്ടത്. എക്സ്പോർട്ടിംഗ് ഡ്യൂട്ടി പെയ്ഡ് ഗുഡ്സ്, കണ്ടോ, നമ്മൾ ഡ്യൂട്ടി അടച്ചാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഡ്യൂട്ടി ഫ്രീ എക്സ്പോർട്ട് പറ്റും, പക്ഷേ ഡ്യൂട്ടി അടച്ചിട്ടാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ നിർബന്ധമായും എന്ത് ചെയ്യണം? അത് സൂപ്പർവൈസറിന്റെ മുന്നിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പാക്ക് ചെയ്യേണ്ടത്. ഇനി ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ഫെയിലിയർ ടു പേ ഡ്യൂട്ടി ആണ്. ഇന്റർ സ്റ്റേറ്റ് ഉണ്ടല്ലോ, നമുക്ക് സ്റ്റേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ആ സമയത്ത് എന്തായിരിക്കണം? നമ്മൾ ബേസിക് നല്ല സെക്യൂരിറ്റിയോടെ എക്സൈസ് കമ്മീഷണറുടെ പെർമിഷനോടെ മാത്രമേ ചെയ്യുള്ളൂ. ഇത് എക്സ്ട്രാ ടോപ്പിക്കാണ്. സോ ഫെയിലിയർ ആയി കഴിയുവാണ്, നിങ്ങൾക്ക് ഡ്യൂട്ടി അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ നിർബന്ധമായിട്ടും അടച്ചിട്ടുണ്ടാവണം. ഗുഡ്സ് ആർ സോൾഡ് ത്രൂ പബ്ലിക് ഓപ്ഷൻ ആസ് ഓർഡർഡ് ബൈ എക്സൈസ് കമ്മീഷൻ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഡ്യൂട്ടി അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് പബ്ലിക് ഓപ്ഷൻ, പബ്ലിക്കായിട്ട് വിൽക്കും കേട്ടോ. മറ്റേ ലേലം വെക്കും കേട്ടോ. നിങ്ങൾക്ക് ഡ്യൂട്ടി അടയ്ക്കാൻ പറ്റിയില്ല, കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പബ്ലിക്കായിട്ട് ലേലത്തിന് വെക്കുമായിരിക്കും ചെയ്യേണ്ടാവുക. സോ ഇതൊക്കെ എക്സ്ട്രാ ടോപ്പിക്കാണ്. സോ നോക്കിയാൽ മതിയാവും. പിന്നെ ഇൻസ്പെക്ഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് പ്രൊസീജിയറാണ്. ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും വരണം. വിത്തൗട്ട് നോട്ടീസ് അല്ലെങ്കിൽ വിത്ത് നോട്ടീസിൽ വരാം. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും. അത് നിർബന്ധമല്ല. നോട്ടീസ് കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കണ്ട. അവിടെ എന്തെങ്കിലും പ്രശ്നം കണ്ടില്ല അപ്പോൾ തന്നെ സീസ് ചെയ്യാം കേട്ടോ. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ സീസ് ചെയ്ത് അപ്പോൾ തന്നെ, കാര്യം അത്രയും ഭയങ്കര റിസ്ക് പിടിച്ച സംഭവമാണ് കേട്ടോ. ഇനി ആയുർവേദിക്, ഹോമിയോപ്പതിക് ആൻഡ് അലോപ്പതിക് പ്രിപ്പറേഷൻ ടൈപ്പും ആൽക്കഹോൾ കണ്ടന്റ് ഡ്യൂട്ടി സ്റ്റാറ്റസുമാണ്. നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. കുറച്ച് ഭാഗമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പേഴ്സൺ എടുക്കുന്നു, എത്ര പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്നു, കുറച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയൊക്കെ എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് വായിക്കുക, എന്നിട്ട് ക്ലാസ് കേൾക്കുക, റെഫറൻസ് നോട്ട് കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കാണാം. താങ്ക് യു.